തലമുറകളായി കൈമാറിവരുന്ന അമാവാസി വ്രതവും ശ്രാദ്ധവും കേവലം ആചാരങ്ങൾക്കപ്പുറം പിതൃബന്ധങ്ങളുടെ ആഴങ്ങളിലേക്കും മോക്ഷത്തിലേക്കും വെളിച്ചം വീശുന്ന ഒരു പവിത്രമായ അനുഷ്ഠാനമാണ്. ഈ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയാം. പിതൃക്കൾക്കു വേണ്ടി അനുഷ്ഠിക്കുന്ന അതിവിശിഷ്ടമായ ഒരു വ്രതമാണ് അമാവാസി വ്രതം. വെളുത്തവാവിനു ശേഷമുള്ള 15ാമത്തെ തിഥിയാണ് അമാവാസി. ശ്രാദ്ധത്തിന് ബലിയെന്നും പിതൃകർമ്മമെന്നും പേരുകളുണ്ട്. നമ്മുടെ വംശത്തിന് അഭിവൃദ്ധിയുണ്ടാകണമെങ്കിൽ അമാവാസി വ്രതം അനുഷ്ഠിക്കണമെന്ന് പറയപ്പെടുന്നു. ഈ വ്രതാനുഷ്ഠാനം സന്താനഭാഗ്യവും സമ്പത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അമാവാസി ദിനത്തിൽ സമുദ്രസ്നാനവും തർപ്പണവും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. അന്നേ ദിവസം ശ്രാദ്ധമൂട്ടുന്നതിലൂടെ പിതൃക്കൾ അതീവ സന്തോഷവാന്മാരാകുമെന്നാണ് വിശ്വാസം. വ്രതം തലേ ദിവസം തന്നെ ആരംഭിക്കണം. വ്രതശുദ്ധിയോടെ ഒരിക്കലൂണ് കഴിച്ച് രാത്രി ഉപവസിക്കുകയാണ് വേണ്ടത്. രോഗികളോ പ്രായമുള്ളവരോ ആണെങ്കിൽ പഴമോ മറ്റോ കഴിക്കാവുന്നതാണ്. ബലിയിട്ട് കഴിഞ്ഞാലും പിറ്റേദിവസം ഉറങ്ങി എഴുന്നേൽക്കുന്നതുവരെ വ്രതം തുടരണം. എണ്ണ തേച്ചുള്ള കുളി ഒഴിവാക്കുകയും ബ്രഹ്മചര്യവും ശുദ്ധിയുള്ള വസ്ത്രവും നിർബന്ധമാക്കുകയും വേണം. ബലിവീട്ടിൽ വെച്ചും നടത്താവുന്നതാണ്. മനഃശാന്തിക്കും കുട്ടികളുടെ ഉയർച്ചയ്ക്കും വേണ്ടി നിർബന്ധമായും ബലിയിടേണ്ടത് ആവശ്യമാണ്. പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് കർക്കടകത്തിലെ അമാവാസിക്കാണ് ഏറ്റവും പ്രാധാന്യം. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനകാലം ആരംഭിക്കുന്നത് കർക്കടകം മുതലായതിനാലാണിത്. അന്ന് തിരുനെല്ലി, തിരുവല്ലം, വർക്കല, തിരുനാവായ തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ ബലികർമാദികൾ അനുഷ്ഠിക്കാവുന്നതാണ്. കൂടാതെ മറ്റു പല പുണ്യനദികളിലും കുളിച്ച് ബലിയിടുന്ന പതിവുമുണ്ട്. തുലാമാസത്തിലെ അമാവാസിക്കും പ്രാധാന്യം ഒട്ടും കുറവല്ല. അന്നും ബലിയിടാവുന്നതും തർപ്പണം മുതലായ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്നതുമാണ്. അച്ഛനും അമ്മയും മരിച്ച നാളും മാസവും പ്രകാരം വർഷത്തിലൊരിക്കൽ ശ്രാദ്ധമൂട്ടേണ്ടതാണ്. വാവുബലി എല്ലാ പിതൃക്കളെയും ഉദ്ദേശിച്ചും പ്രത്യേകമായി ഓരോരുത്തരെ സങ്കൽപ്പിച്ചും നടത്താവുന്നതാണ്. വാവൂട്ടിയാൽ വംശപിതൃക്കളെല്ലാം സന്തോഷിക്കുമെന്നും എല്ലാവർക്കും പിതൃലോകത്ത് മോക്ഷം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു.